ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് ചട്ടവിരുദ്ധമെന്ന് SIT. ഗൺമാൻമാർ അടക്കം 4 പേർ ചേർന്നാണ് പ്രവർത്തകരെ തല്ലിച്ചതച്ചതെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് SP AP ഷൌക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ DGPക്ക് റിപ്പോർട്ട് കൈമാറും. അതിനിടെ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ അധിക സുരക്ഷ പിൻവലിച്ചു. 2023 നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഗൺമാൻമാർ മർദ്ദിച്ചത്. ആലപ്പുഴ MLA AD തോമസും മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അന്ന് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി. പിണറായി വിജയന്റെ ഗൺമാൻമാരായ സന്ദീപ്, അനിൽ എന്നിവരോടൊപ്പം മറ്റ് 2 ഉദ്യോഗസ്ഥരും പ്രവർത്തകരെ തല്ലിച്ചതച്ചെന്നാണ് SIT കണ്ടെത്തൽ. ഗൺമാൻമാർക്ക് വിഷയത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ലായിരുന്നു. ലാത്തി ഉപയോഗിച്ച് തലയ്ക്കടിച്ചതും തെറ്റായെന്ന് SIT റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന ആലപ്പുഴ മുൻ SP-യുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴി SIT രേഖപ്പെടുത്തും. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തി. റിപ്പോർട്ട് ഉടൻ DGPക്ക് കൈമാറാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റതോടെ പിണറായി വിജയന് അധികമായി അനുവദിച്ചിരുന്ന സുരക്ഷ പിൻവലിച്ചു. ഇതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതിയായ ഗൺമാൻമാരിൽ ഒരാളായ സന്ദീപ് തിരികെ പോലീസിലേക്ക് മടങ്ങി. മറ്റൊരു ഗൺമാൻ സുരക്ഷാ ഉദ്യോഗസ്ഥനായി തുടരും. SIT അന്തിമ റിപ്പോർട്ട് നൽകുന്നതോടെ ഇരുവർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. 10 വർഷങ്ങൾക്ക് ശേഷം വൻ ഭൂരിപക്ഷം നേടി UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണ് നവകേരള യാത്രയ്ക്കിടയിലെ മർദ്ദനത്തിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.